എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. എമർജൻസി അഥവാ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ പോളിറ്റി ബൈ എം ലക്ഷ്മികാന്ത് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 16 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം എടുക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചാപ്റ്റർ 16 നമ്മൾ ഇന്ന് എടുക്കുന്ന ഭാഗങ്ങൾ കവർ ചെയ്യുന്ന ആ ഒരു റീജിയൻ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ എമർജൻസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഭരണഘടനയിൽ ഈ ഒരു എമർജൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് എന്നാണ്. ഭരണഘടനയിൽ പാർട്ട് 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എമർജൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ എമർജൻസി എന്ന് പറയുമ്പോൾ കുറേ അധികം അവകാശങ്ങളൊക്കെ പോകുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, പണ്ട് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥ മൂലം ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ഓപ്പോസിഷൻ ലീഡേഴ്സിനൊക്കെ പിടിച്ച് ജയിലിലാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ആ സമയത്ത് കുറേ അധികം പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ഏത് ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അവകാശങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നൊക്കെ അറിഞ്ഞിട്ടും ഈ ഒരു എമർജൻസി എന്നുള്ളത് കൊണ്ടുവന്നത്? അതിനായിട്ട് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇവിടെ പല വിധത്തിലുള്ള അബ്നോർമൽ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഇത് കൊണ്ടുവരേണ്ടതെന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വെറുതെ ഒരു ഭരണകർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയൊന്നും അല്ല അവർ എമർജൻസി കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ എമർജൻസിയുടെ ഈ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ഭാഗങ്ങളിൽ വിവിധ എമർജൻസികളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ആ ക്രൈറ്റീരിയാസിൽ നമുക്ക് കാണാൻ കഴിയും ശരിക്കും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്, അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് തന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ അവർ പറഞ്ഞത് ഇത് സേഫ് ഗാർഡ് ചെയ്യാനാണ്. എന്തൊക്കെ? നമ്മളെ രാജ്യത്തിൻ്റെ സോവറിനിറ്റി, ഇവിടുത്തെ നമ്മളുടെ രാജ്യത്തിൻ്റെ സർവാധികാരം, അതുപോലെ തന്നെ യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളെ രാജ്യത്തിൻ്റെ സർവാധികാരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, നമ്മളുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അടി ഉണ്ടാവാൻ പോവാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എമർജൻസി എന്നുള്ള വാക്കി തന്നെ ഉണ്ടല്ലേ, അത്രയും അടിയന്തരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സമയത്ത് നമ്മളെ രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ഒരു എമർജൻസി എന്ന പ്രൊവിഷൻ തന്നത്. പക്ഷേ ഇതിൻ്റെ ദുരുപയോഗം നമ്മൾ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അവർ വെച്ച സേഫ് ഗാർഡ്സ് ഇതൊക്കെയാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എമർജൻസി കൊണ്ടുവന്നതായിട്ട് ആ ഒരു ഭരണഘടനയുടെ തന്നെ ഭാഗമാക്കിയിട്ടുള്ളതായിട്ട്. ഇപ്പം നമുക്കറിയാം എമർജൻസി വെറുതെ ഒരു നിയമമായിട്ടൊക്കെ കൊണ്ടുവരായിരുന്നു. ഇതങ്ങനെയൊന്നുമല്ല, ഭരണഘടനയുടെ തന്നെ ഭാഗമായിട്ടാണ് എമർജൻസി എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു സമയത്ത് ഇന്ത്യനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴും നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് സമയത്ത് ആ വിഭജനമൊക്കെ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല വിധത്തിലുള്ള രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻ, വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു എമർജൻസി ഒക്കെ വേണമെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു. കാരണം ഇന്ത്യ ഒരു രാജ്യമായിട്ട് മാറുമ്പോൾ ആരും വിചാരിച്ചിട്ടുണ്ടായില്ല ഇത്രയും കൊല്ലം ഒരു ഡെമോക്രാറ്റിക് നേഷനായിട്ട് ഈ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റുമെന്ന്. നമ്മുടെ നൈബേഴ്സിനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മിലിറ്ററിയുടെ കയ്യിലാണ് റൂള് മുഴുവൻ. ബംഗ്ലാദേശിലും അത്ര നല്ല രീതിയിലൊന്നും നല്ല റൂള് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ കുറേയധികം പ്രക്ഷോഭങ്ങൾ പല സ്ഥലത്തുണ്ടാവുന്നുണ്ട്. ഈവൻ ശ്രീലങ്കയിൽ വരെ സിവിൽ വാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ പ്രോപ്പറായിട്ട് പോകുന്നൊന്നും ആരും വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ത്യനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു എമർജൻസി എന്നുള്ള പ്രൊവിഷൻ നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയത്. ഇവിടെ ഏറ്റവും വലിയ യൂട്ടിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എമർജൻസി പ്രൊവിഷൻ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ രാജ്യത്തിന് ഒരു ഫെഡറൽ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും അത്യാവശ്യം കുറേ അധികം അധികാരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ നിന്ന് യൂണിറ്ററി സ്ട്രക്ചറിലോട്ട് മാറ്റാൻ സഹായിക്കും ഈ ഒരു എമർജൻസി പ്രൊവിഷൻ. അപ്പോൾ പെട്ടെന്നൊരു പ്രശ്നം വരുവാണ്, അതിനെ ഹാൻഡിൽ ചെയ്യണം. ആ സമയത്ത് നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിലൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രശ്നം വരികയാണ്. അപ്പോൾ നമ്മളുടെ ആൻസെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അപ്പനപ്പൂപ്പന്മാരൊക്കെ വന്നിട്ട് ഞങ്ങളിത് ഹാൻഡിൽ ചെയ്തോളാം, നിനക്ക് ഇതിനുള്ളൊരു പ്രാപ്തി ആയിട്ടില്ല എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ കണ്ടാൽ മതി. സ്റ്റേറ്റിന്
ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന നേരത്ത് നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് വന്ന് എല്ലാ വിധത്തിലുള്ള അധികാരങ്ങളും എടുത്ത് അവിടെ കാര്യങ്ങൾ ചെയ്യാണ്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രൊവിഷനാണ് എമർജൻസി എന്നുള്ള പ്രൊവിഷൻ. ഇവിടെ ഒരു അമെൻമെൻറ്റും വേണ്ട, ഭരണഘടനാ ഭേദഗതി ഒന്നും വരുത്തണ്ട. നമ്മൾ ഫെഡറൽ സ്ട്രക്ചർ, സ്റ്റേറ്റ്സിന് അത്യാവശ്യം അധികാരമുള്ള സ്ഥലത്ത് നിന്ന് എല്ലാ അധികാരവും നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു എമർജൻസി പ്രൊവിഷൻ എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്നുള്ളതും. മറ്റ് രാജ്യങ്ങളിലൊന്നും നമുക്ക് അധികം ഒന്നും ഇത് കാണാൻ പറ്റില്ല. അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വളരെയധികം ആ ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ ഊന്നിയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ പെട്ടെന്നൊന്നും സ്റ്റേറ്റുകളുടെ കാര്യത്തിലൊന്നും നമ്മളുടെ സെൻറ്ററിന് ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിലോ ഒരു എമർജൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫെഡറൽ ആയിട്ടുള്ള സ്ട്രക്ചറിനെ നേരെ യൂണിറ്ററി സ്ട്രക്ചറിലോട്ട് മാറ്റാൻ പറ്റും, ഒരു വിധത്തിലുള്ള ഭരണഘടനാ ഭേദഗതി ഇല്ലാണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു യുണീക്ക് ഫീച്ചറാണെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ അംബേദ്കറും പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞത് അമേരിക്കയിലൊക്കെ ഒരു ടൈറ്റ് മോൾഡാണ്, അതിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരാന്ന് വെച്ചാൽ എളുപ്പമല്ല. ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫെഡറൽ സ്ട്രക്ചർ. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ പോലും തീരുമാനങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയിൽ ഇവിടെ ആ ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് യൂണിറ്ററി സ്ട്രക്ചറിലോട്ട് വരാം. കേന്ദ്രത്തിൻ്റെ കയ്യിൽ അത്തരം അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അധികാരം കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മളുടെ എമർജൻസി പ്രൊവിഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എമർജൻസി എവിടെയാണുള്ളത്. പാർട്ട് 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ആണ് ഈ ഒരു എമർജൻസിനെ കുറിച്ച് പറയുന്നത്. ഇത് കൊണ്ടുവരാൻ കാരണം നമ്മളെ രാജ്യത്തിൻ്റെ സോവറിനിറ്റി, ഇൻറ്റഗ്രിറ്റി, യൂണിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു ആവശ്യവുമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ 3 തരത്തിലുള്ള എമർജൻസിയാണ് നമുക്കുള്ളത്. 3 തരത്തിലുള്ള എമർജൻസി എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം തന്നെ ആർട്ടിക്കിൾ 352 നമ്മൾ ഈ ഒരു പാർട്ട് തുടങ്ങുന്നത്. പാർട്ട് 18 തുടങ്ങുന്നത് ആർട്ടിക്കിൾ 352 അല്ലേ. ഇവിടെ നിന്ന് ആർട്ടിക്കിൾ 352 നമുക്ക് നാഷണൽ എമർജൻസി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമർജൻസി എന്ന് പറയുമ്പോൾ രാജ്യം മുഴുവനുള്ള എമർജൻസി അല്ലേ. ആ ഒരു രാജ്യം മുഴുവനുള്ള എമർജൻസി തന്നെയാണ് ആദ്യത്തെ ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി. ഇനിയുള്ള എമർജൻസികളുടെ ആർട്ടിക്കിൾസ് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. 352 കഴിഞ്ഞാൽ 4 കൂടെ ആഡ് ചെയ്താൽ 356 നമുക്ക് നമ്മളുടെ സ്റ്റേറ്റ് എമർജൻസി കാണാൻ പറ്റും. അത് കഴിഞ്ഞ് 4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫിനാൻഷ്യൽ എമർജൻസി കാണാൻ പറ്റും. അപ്പോൾ 352, 356 ആൻഡ് 360 ഇങ്ങനെയാണ് നമ്മളുടെ എമർജൻസിയുടെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് കിടക്കുന്നത്. സ്റ്റേറ്റിൻ്റെ എമർജൻസിയിൽ വേറെയും കുറച്ച് ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അത് നമ്മൾ സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ വേണ്ടത്, ഈ ഒരു നാഷണൽ എമർജൻസി വരുമ്പോൾ സ്റ്റേറ്റുകളുടെ കയ്യിലുള്ള അധികാരമൊക്കെ നമ്മളുടെ സെൻട്രലിലോട്ട് കൊണ്ടുവരണം. അതിനാണല്ലോ ഫെഡറൽ സ്ട്രക്ചറിൽ നിന്ന് യൂണിറ്ററി സ്ട്രക്ചറിലോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എമർജൻസി പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നാഷണൽ എമർജൻസി കൊണ്ടുവരണമെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്. വെറുതെ ഒന്നും ആർക്കും നാഷണൽ എമർജൻസി കൊണ്ടുവരാൻ പറ്റില്ല. അതിനുള്ള ക്രൈറ്റീരിയാസ് ഇതൊക്കെയാണ്. ഒന്നില്ലെങ്കിൽ അവിടെ ഒരു യുദ്ധം ഉണ്ടാവണം. അതായത് ഇപ്പോൾ പാകിസ്ഥാനായിട്ടോ ചൈനയായിട്ടോ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പുറത്തുനിന്നുള്ള രാജ്യം കടൽ മാർഗത്തിലൊന്നും യുദ്ധം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എമർജൻസി കൊണ്ടുവരാം. പക്ഷെ യുദ്ധം ഉണ്ടാവണം തന്നെ ഇല്ല, യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെ പ്രസിഡന്റിന് സാറ്റിസ്ഫൈ ആയാലും മതി. അത് നമ്മൾ പഠിക്കും. അതിന് ശേഷം നമ്മൾ നോക്കുന്നത് എക്സ്റ്റേണൽ അഗ്രഷൻ, പുറത്തു നിന്നുള്ളൊരു പ്രക്ഷോഭം, പുറത്തെ ഒരു രാജ്യത്ത് നിന്ന് പ്രക്ഷോഭമായിട്ട് വരാണ്. ആ പ്രക്ഷോഭത്തിനെതിരെയും നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് നാഷണൽ എമർജൻസി കൊണ്ടുവരാം. അതുപോലെ തന്നെ ആംഡ് റെബല്യൻ, നമ്മളെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയുധമൊക്കെ ഏന്തിക്കൊണ്ട് ഒരു പ്രതിഷേധം നമ്മളുടെ ഗവൺമെന്റിനെതിരെ വരികയാണ്. അപ്പോൾ അവിടെയും നമുക്ക് നാഷണൽ എമർജൻസി കൊണ്ടുവരാം. അപ്പോൾ 3 കാര്യങ്ങളിലാണ്. ഒന്ന് വാർ അഥവാ യുദ്ധം, എക്സ്റ്റേണൽ അഗ്രഷൻ, പിന്നെ ആംഡ് റെബല്യൻ. ഇവിടെ നാഷണൽ എമർജൻസി എന്നാണ് നമ്മൾ പോപ്പുലറായിട്ട് ഇതിനെ പറയാമെങ്കിലും നമ്മളുടെ ഭരണഘടനയിൽ കൊടുത്തിട്ടുള്ളത് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ നാഷണൽ എമർജൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്ക് ജസ്റ്റ് 3 അടിയന്തരാവസ്ഥകൾ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് നമുക്ക് നോക്കി ആദ്യം വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് എന്താ, ആർട്ടിക്കിൾ 356. ഞാൻ പറഞ്ഞില്ലേ 352 കൂടെ ഒരു 4 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റേറ്റ് എമർജൻസി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് നമ്മൾ പറയുന്നത് എന്തിനാ, സ്റ്റേറ്റ് എമർജൻസിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ ഭരണഘടനയിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ എമർജൻസി എന്ന് പറഞ്ഞിട്ടേ ഇല്ല.
ഇങ്ങനെ ഒരു എമർജൻസി എന്നുള്ള വേർഡ് നമ്മളുടെ സ്റ്റേറ്റ് എമർജൻസിക്കായിട്ട് ഉപയോഗിക്കാറില്ല. ഈ രണ്ട് വാക്കുകളും നമ്മളായിട്ട് ഞാൻ പറഞ്ഞില്ലേ നാഷണൽ എമർജൻസി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഭരണഘടനയിലുള്ളത് എന്താ? പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്നാണ്. നമ്മളുടെ സ്റ്റേറ്റ് എമർജൻസിയുടെ കാര്യത്തിൽ വരുമ്പോൾ സ്റ്റേറ്റ് എമർജൻസി, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കണേ. പക്ഷെ നമ്മളുടെ ഭരണഘടനയുടെ ഉള്ളിൽ അതിനെക്കുറിച്ച് എമർജൻസി ആയിട്ട് റെഫർ ചെയ്തിട്ടേ ഇല്ല. പിന്നെ നമ്മളതിനെ പ്രസിഡൻസ് റൂൾ എന്നും കൂടെ വിളിക്കാറുണ്ട്. കാരണം പ്രസിഡന്റിന്റെ കീഴിലുള്ള ഒരു അധികാരം ആണ് ആ ഒരു സ്റ്റേറ്റിന്റെ മേൽ വരുന്നത്. പ്രസിഡന്റ് ആണല്ലോ ഈ എമർജൻസി ഒക്കെ പ്രൊക്ലെയിം ചെയ്യുന്നത്. നമ്മളെ കേരളം വരെ EMS നമ്പൂതിരിപ്പാടിന്റെ കാലം തൊട്ട് നമ്മൾ പ്രസിഡൻസ് റൂളിന്റെ കീഴിലൊക്കെ പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി അടുത്ത ഒരു എമർജൻസി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി ആണ്. നമ്മളുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത്, ഇഫ് ദർ ഈസ് എ ത്രെഡ് ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കടമൊന്നും വീട്ടാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ എമർജൻസി കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളെ വീടുകളിൽ തന്നെ നോക്കി നോക്ക്. നമ്മളെ വീടുകളിൽ നമ്മളിപ്പോൾ ന്യൂക്ലിയർ ഫാമിലികളായിട്ട് ജീവിക്കുകയാണല്ലേ. അപ്പം ഒരു മോൻ്റെ വീട്ടിൽ ഭയങ്കര കടബാധ്യത വന്നപ്പോൾ അപ്പം വന്നിട്ട് പറയാണ്, നീ മാറി നിൽക്ക്, ഞാൻ നോക്കട്ടെ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് ഇതെങ്ങനെയെങ്കിലും ഒരു തീർപ്പാക്കാന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന നേരത്ത് സ്റ്റേറ്റുകളുടെ ആ ഒരു റിസോഴ്സസ് കൊടുക്കുന്നതിലൊക്കെ കുറച്ച് പരിമിതികൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് പറയും, ഇവിടെ ഫിനാൻഷ്യൽ എമർജൻസി ആണ്, ഞങ്ങൾ തീരുമാനിക്കും ആർക്കൊക്കെ എന്തൊക്കെ റിസോഴ്സസ് കിട്ടണമെന്ന്. എന്നിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും കരകയറ്റി കൊണ്ടുവരും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 360 പ്രകാരം ഫിനാൻഷ്യൽ എമർജൻസി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാ? ഒരു ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മളെ ഫാമിലിയിൽ ഒരു പ്രശ്നമാണ്, ഒരു ന്യൂക്ലിയർ ഫാമിലി, നമ്മൾ ചെറിയ ചെറിയ ഫാമിലീസ് ആയിട്ടാണ് നമ്മളുടെ ഒരു വലിയ ഫാമിലി, ഒരു വീട്ടിൽ നിന്ന് മക്കള് ഓരോരോ കുടുംബങ്ങളായിട്ട് ജീവിക്കുകയാണ്, സ്റ്റേറ്റ്സ് ആയിട്ട്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മൂത്ത ആൾക്കാർ പറയാണ്, ഞങ്ങൾ ഇത് ഏറ്റെടുത്തോളാം, ഞങ്ങൾക്കറിയാം ഇവിടെ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ഇപ്പോൾ നമ്മളെ സ്റ്റേറ്റുകാർ അത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റെഡിയാവില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ സോവറിനിറ്റി, സെക്യൂരിറ്റി, ഇൻറ്റഗ്രിറ്റി, യൂണിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം കാത്തു സൂക്ഷിക്കാനായിട്ട് എമർജൻസി എന്ന പ്രൊവിഷൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 തരത്തിലുള്ള എമർജൻസി എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. 3 എണ്ണാണുള്ളത്. ആദ്യം 352 മുതൽ 360 വരെയാണ് നമ്മൾ എമർജൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താ? ആദ്യത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് നാഷണൽ എമർജൻസിനെ കുറിച്ചാണ്. അതെപ്പോഴൊക്കെ ഉണ്ടാവുക? യുദ്ധത്തിന്റെ സമയത്ത്, എക്സ്റ്റേണൽ അഗ്രഷന്റെ സമയത്ത്, അതുപോലെ തന്നെ നമ്മളെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ആയുധം ഏന്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം ഉണ്ടാവുന്ന സമയത്താണ് നമ്മളൊരു നാഷണൽ എമർജൻസി കൊണ്ടുവരുന്നത്. ഇതിനെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം 4 കൂടെ ആഡ് ചെയ്ത് കൊടുത്തേ, 352 + 4 356. 356 നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താ? സ്റ്റേറ്റ് എമർജൻസി. അതിനെ മറ്റൊരു പേരിൽ എങ്ങനെ അറിയപ്പെടുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി. അതുപോലെ തന്നെ പ്രസിഡൻസ് റൂൾ എന്നും സ്റ്റേറ്റ് എമർജൻസി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരാണ്. ഇതിനെ പക്ഷെ നമ്മളുടെ ഭരണഘടനയിൽ എമർജൻസി എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എമർജൻസി എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നില്ല. അടുത്തതായിട്ട് വരുന്നത് എന്തായിരുന്നു? 356 കൂടെ ഒരു 4 കൂടെ ആഡ് ചെയ്ത് കൊടുത്തേ, 360. അപ്പോൾ അവിടെ എന്താ? ഫിനാൻഷ്യൽ എമർജൻസി. നമ്മളുടെ ആ ഒരു രാജ്യമാവുന്ന ഫാമിലിയിൽ കടബാധ്യത വരികയാണ്, അല്ലെങ്കിൽ സമ്പദ്ഘടനയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ത്രെറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ എമർജൻസി കൊണ്ടുവരും. അപ്പോൾ ഈ 3 തരത്തിലുള്ള എമർജൻസിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോണേ നാഷണൽ എമർജൻസി ആണ്. നമ്മളുടെ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമർജൻസി, നമ്മളുടെ രാജ്യവ്യാപകമായിട്ടുള്ള എമർജൻസി, നാഷണൽ എമർജൻസിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പഠിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധത്തിന്റെ സമയത്ത് നമുക്ക് നാഷണൽ എമർജൻസി കൊണ്ടുവരാൻ പറ്റുമെന്ന്. പക്ഷെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ മാത്രമല്ല, ചൈന നമുക്കെതിരെ യുദ്ധം കൊണ്ടുവരാൻ പോവാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവാണെന്ന് നമ്മളുടെ പ്രസിഡന്റിന് തോന്നിയാൽ തന്നെ അപ്പോൾ നമുക്കിവിടെ എമർജൻസി കൊണ്ടുവരാൻ പറ്റും. ഈവൻ ബിഫോർ വാർ നമ്മുടെ പ്രസിഡന്റ് സാറ്റിസ്ഫൈഡ് ആവാണ്, ഇവിടെ ഒരു
ഡേഞ്ചർ വരാനിരിക്കുന്നുണ്ട്, ഒരു യുദ്ധം വരാനിരിക്കുന്നുണ്ട്. നമ്മൾ യുദ്ധം വന്നിട്ട് നമ്മൾ ആയുധം എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴേക്കും നമ്മളെ ചൈനക്കാർ മിസൈൽ അയച്ച് നമ്മളെ കൊന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധം വരുന്നതിന് മുൻപ് തന്നെ നമുക്കിവിടെ എമർജൻസി കൊണ്ടുവരാൻ പറ്റും. യുദ്ധം വന്നാൽ മാത്രം ആ ക്രൈറ്റീരിയ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓർക്കണം. യുദ്ധം വന്നാൽ മാത്രമല്ല, യുദ്ധം വരുമെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ വരെ നമുക്ക് എമർജൻസി കൊണ്ടുവരാൻ പറ്റും. ആരാണിത് പ്രൊക്ലെയിം ചെയ്യുന്നത്? നമ്മളെ പ്രസിഡന്റ് ആണ് ഇത് പ്രൊക്ലെയിം ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഓൾറെഡി ഒരു എമർജൻസി ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു യുദ്ധം കാരണം ഓൾറെഡി ഒരു എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വെച്ച് നമുക്ക് പുതിയൊരു എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു എമർജൻസി പ്രഖ്യാപിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളുടെ പാസ്റ്റിലോട്ട് നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാനായിട്ട് 1971 യുദ്ധം നടക്കേണ്ട ആ ഒരു സമയത്ത് നമ്മൾ ഒരു എമർജൻസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എമർജൻസി നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ അതിനുശേഷം ഇവിടെ ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് പുതിയൊരു എമർജൻസി കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയൊരു എമർജൻസി കൊണ്ടുവരാൻ പാടില്ല എന്നൊന്നുമില്ല. അത് നമ്മൾ കൊണ്ടുവന്നത് 38ാമത്തെ അമെൻമെന്റ് വഴിയാണ്. ആ ഒരു പാകിസ്ഥാന്റെ ഒരു യുദ്ധം, അത് കഴിഞ്ഞിട്ടുള്ള ഇന്റേണൽ ഡിസ്റ്റർബൻസ് മൂലമുള്ള എമർജൻസി, ആ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് തോന്നി ഇങ്ങനെ ഒരൊറ്റ എമർജൻസി ആയിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എമർജൻസിയുടെ അങ്ങോട്ട് നമുക്ക് ഓൾറെഡി ഉള്ളതിൻ്റെ ഒപ്പം പുതിയൊരു എമർജൻസി കൂടെ അങ്ങോട്ട് പ്രഖ്യാപിക്കാം. അതിനിപ്പോൾ ഭരണഘടനയിൽ എഴുതിയിട്ടില്ലേ? എന്നാൽ ശരി, നമുക്ക് ഭരണഘടനാ ഭേദഗതിയിൽ കൊടുത്തിട്ട് നമുക്കത് പുതിയൊരു മാറ്റമായിട്ട് കൊണ്ടുവരാം. നമ്മളല്ലേ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ 38ാമത്തെ അമെൻമെന്റ് 1975 കൊണ്ടുവന്നിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇവിടെ എമർജൻസി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പുതിയ എമർജൻസികൾ കൊണ്ടുവരും. അത് നമ്മുടെ ഡിക്ലറേഷൻസ് മെയ്ഡ് സോ ഫാർ എന്നൊരു ഭാഗം ഈ ഒരു നാഷണൽ എമർജൻസിയുടെ ഏറ്റവും അവസാനമുണ്ട്. അത് നമ്മൾ ആ ഒരു സമയത്ത് നോക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ, പുറത്തു നിന്നുള്ള യുദ്ധം, പുറത്തു നിന്ന് വരുന്ന ഒരു പ്രക്ഷോഭം, ആ സമയത്ത് അതിനെന്താ നമ്മൾ പറയാ? എക്സ്റ്റേണൽ എമർജൻസി. പുറത്തു നിന്നുള്ള ഒരു എമർജൻസി ആയതുകൊണ്ട് അതിന് നമ്മൾ എക്സ്റ്റേണൽ എമർജൻസി. അപ്പോൾ നമ്മളൊരു ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല പഠിക്കേണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ഫാമിലിയുടെ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ കാരണം, പുറത്തു നിന്നൊരു ഗുണ്ടാ സംഘം നമ്മൾ RDX സിനിമയിലെ പോലെ നമ്മൾ ആക്രമിക്കാൻ വരാണ്. അപ്പോൾ ലാല് പറയാണ് നമുക്കിത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്ന നേരത്ത് അതെന്താ? പുറത്തു നിന്നുള്ള പ്രക്ഷോഭം ആയതുകൊണ്ട് അതെന്താ? എക്സ്റ്റേണൽ എമർജൻസി. അതേസമയം നമ്മളുടെ വീടിന്റെ ഉള്ളിൽ തന്നെ പ്രശ്നമാണ്. ഇപ്പൊ RDX സിനിമയിൽ നമ്മളുടെ ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ്, പെപ്പയും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലാൽ പറയാണ്, ഇതെന്താടാ മക്കളെ നിങ്ങൾ ഇവിടെ കിടന്ന് അടി നടത്തിക്കൊണ്ടിരിക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ഇന്റേണൽ എമർജൻസി, നമ്മളുടെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രശ്നം കാരണം രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ആയുധം ഏന്തിക്കൊണ്ട് ആൾക്കാർ പ്രക്ഷോഭം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ നമ്മൾ എന്ത് പറയും? ഇന്റേണൽ എമർജൻസി എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു നാഷണൽ എമർജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ രാജ്യം മൊത്തമുള്ള എമർജൻസിയാണ് നാഷണൽ എമർജൻസി എന്നുള്ളത്. അല്ല, നമുക്കിത് രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിലോട്ട് മാത്രം നമുക്ക് നാഷണൽ എമർജൻസി കൊണ്ടുവരാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. നമ്മൾ വിചാരിക്കും ഓക്കെ നാഷണൽ എമർജൻസി അല്ല, അപ്പൊ ഇന്ത്യ മൊത്തം എമർജൻസി ആവും, ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പം ഇന്ത്യ മൊത്തം എമർജൻസി ആവും നമ്മൾ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. ഇവിടെ നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാത്രം നമുക്ക് നാഷണൽ എമർജൻസി കൊണ്ടുവരാൻ പറ്റും. നമുക്ക് അതായത് കംപ്ലീറ്റ് ഇന്ത്യക്കായിട്ട് അല്ലെങ്കിൽ ഓൺലി എ പാർട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം, ഇപ്പോൾ കേരളത്തിൽ മാത്രം നാഷണൽ എമർജൻസി കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമായിട്ട് ആ ഒരു പ്രദേശത്ത് മാത്രം നമുക്ക് നാഷണൽ എമർജൻസി കൊണ്ടുവരാൻ പറ്റും. ഇതിനായിട്ടുള്ള ഭേദഗതിയും കൊണ്ടുവന്നാരാ? നമ്മളുടെ ഇന്ദിരാഗാന്ധി 42ാമത്തെ അമെൻമെന്റ് വഴി 1976 ഈ ഒരു ഭാഗം കൊണ്ടുവന്നത്. ഇവിടെ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഈ 42 എന്നുള്ളത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മളുടെ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് വന്നതെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ 42ാമത്തെ അമെൻമെന്റിലും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 38ാമത്തെ അമെൻമെന്റിലൊക്കെ എമർജൻസിനെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അതായത് അടിയന്തരാവസ്ഥ കുറച്ചും കൂടെ എളുപ്പത്തിൽ കൊണ്ടുവരാവുന്ന രീതിയിലുള്ള അമെൻമെന്റ്സ് ആണ് നമ്മൾ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത്. ഇതിനുശേഷം ഒരു 44ാമത്തെ അമെൻമെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും. 44ാമത്തെ അമെൻമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കേൾക്കണില്ലേ, ഓപ്പോസിഷൻ ലീഡേഴ്സിനൊക്കെ ജയിലിലൊക്കെ ഇട്ടു, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു എന്നൊക്കെ. അപ്പോൾ ആ ഓപ്പോസിഷൻ ലീഡേഴ്സ് പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അവർ കൊണ്ടുവന്നതാണ് ഈ 44ാമത്തെ അമെൻമെന്റ്. അപ്പോൾ 44ാമത്തെ അമെൻമെന്റിൽ നമ്മളുടെ അടിയന്തരാവസ്ഥയ്ക്ക് കുറച്ച് തടയിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 44 എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക്
തടയിടാനാണ്. 42, 38 എന്താ, നമ്മളുടെ അടിയന്തരാവസ്ഥനെ കുറച്ചും കൂടെ എളുപ്പമാക്കി മാറ്റാൻ, കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇവിടെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ജനങ്ങളുടെ അവകാശങ്ങളൊക്കെ കളയാൻ വേണ്ടി നമ്മുടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അമെൻമെന്റ്സ് ആണ് 38ഉം അതുപോലെ തന്നെ 42ഉം. 44ലോട്ട് വരുമ്പോൾ അവിടെ നമ്മളുടെ ഓപ്പോസിഷൻ ലീഡേഴ്സ് പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അവർ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് തടയിടാൻ കൊണ്ടുവന്ന പല വിധത്തിലുള്ള പ്രൊവിഷൻസ് ആണ് 44ലുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 44ാമത്തെ അമെൻമെന്റിനെ കുറിച്ച്, ആ ഒരു 1975 ആ 38ാമത്തെ അമെൻമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ അവിടെ ഓൾറെഡി പാകിസ്ഥാനായിട്ടുള്ള യുദ്ധത്തിന്റെ പേരിൽ എമർജൻസി ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി പുതിയൊരു എമർജൻസിയും കൂടെ കൊണ്ടുവന്നതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു എമർജൻസി കൊണ്ടുവന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ പേരിലായിരുന്നു. ഇവിടെ നമ്മൾ ഇന്ദിരാഗാന്ധിക്കെതിരെ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയും മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓപ്പോസിഷൻ ലീഡേഴ്സ് പ്രക്ഷോഭങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അത് ആയുധം ഏന്തിയിട്ടുള്ളതൊന്നും ആയിരുന്നില്ല. എന്നിട്ടും നമ്മളുടെ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ്, അന്ന് ഇന്റേണൽ ഡിസ്റ്റർബൻസ് വെച്ച് നമുക്ക് എമർജൻസി പ്രൊക്ലെയിം ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ പേരിൽ ഇവിടെ ഒരു എമർജൻസി പ്രൊക്ലെയിം ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഇന്ദിരാഗാന്ധി പ്രസിഡന്റിനോട് എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ പറഞ്ഞത് ക്യാബിനറ്റ്, അതായത് ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മന്ത്രിമാരില്ലേ, മന്ത്രിമാരോടൊന്നും ചോദിക്കാണ്ടായിരുന്നു, മന്ത്രിസഭയോടൊന്നും ചോദിക്കാണ്ട് ഇന്ദിരാഗാന്ധി ഞാനാണ് ഇവിടുത്തെ ലീഡർ എന്നുള്ള രീതിയിൽ അവിടെ ഒരു എമർജൻസി പ്രൊക്ലെയിം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 44ാമത്തെ അമെൻമെന്റിൽ എന്താ ഉണ്ടായേ, നമ്മളുടെ എമർജൻസി പ്രൊവിഷൻസിൽ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തടയിടാൻ വേണ്ടിയിട്ടാണ് 44ാമത്തെ അമെൻമെന്റ് കൊണ്ടുവന്നത്. അപ്പം എന്ത് ചെയ്തു, ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ പേരിൽ ഇനി നിങ്ങൾ ഇവിടെ ഒരു അടിയന്തരാവസ്ഥയും കൊണ്ടുവരരുത്. ഓപ്പോസിഷൻ ലീഡേഴ്സ് പ്രതിഷേധിക്കണമെങ്കിൽ പ്രതിഷേധിച്ചോട്ടെ, ആ പ്രതിഷേധത്തിന്റെ പേരിൽ ഇവിടെ ഒരു എമർജൻസി പാടില്ല. ഇവിടെ ഇന്റേണൽ എമർജൻസി കൊണ്ടുവരണമെങ്കിൽ ആയുധമേന്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടാവണം, പ്രക്ഷോഭം ഉണ്ടാവണം. അപ്പം മാത്രമാണ് ഇന്റേണൽ എമർജൻസി കൊണ്ടുവരാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പ്രസിഡന്റ് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ പ്രധാനമന്ത്രി വെറുതെ ഒന്നും വന്ന് പറഞ്ഞാൽ പോരാ, അവിടെ പ്രോപ്പറായിട്ട് നമ്മളുടെ ക്യാബിനറ്റിന്റെ റിട്ടേൺ റെക്കമെൻഡേഷൻ ഉണ്ടാവണം. അപ്പൊ നാളെ പ്രധാനമന്ത്രിക്ക് ഓക്കെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, എനിക്ക് അവിടെ തെളിവൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്ന് പ്രസിഡന്റിനോട് പോയി പറയാൻ പറ്റില്ല. ക്യാബിനറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ആ ഒരു കാര്യത്തിലുള്ള അധികാരം കുറച്ചെങ്കിലും കുറച്ചില്ലേ, ക്യാബിനറ്റിനോട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അവരൊരു റിട്ടേൺ റെക്കമെൻഡേഷൻ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ നമുക്കിവിടെ നാഷണൽ എമർജൻസി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ കൊണ്ടുവന്നത് ഈ ഒരു 44ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്. ഇതിനൊക്കെ കാരണമായത് 1975 കൊണ്ടുവന്ന ആ ഒരു അടിയന്തരാവസ്ഥ, ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ പേരിൽ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയോട് ഒന്നും കൺസൾട്ട് ചെയ്യാതെ സ്വന്തമായിട്ട് ഒരു ഭരണഘടന വഴിയുള്ള അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അടിയന്തരാവസ്ഥയുടെ പല വിധത്തിലുള്ള മോശം ഫലങ്ങളും അനുഭവിച്ച നമ്മളുടെ ഓപ്പോസിഷൻ ലീഡേഴ്സ് അധികാരത്തിൽ വന്നപ്പോൾ 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇവിടുത്തെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് വഴി നമുക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്യാബിനറ്റിനോട് ചോദിക്കാണ്ട്, ക്യാബിനറ്റിന്റെ റിട്ടേൺ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പൊ റിട്ടേൺ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, 38, 42 എന്താ, അടിയന്തരാവസ്ഥനെ സപ്പോർട്ട് ചെയ്യാൻ. 38ാമത്തെ അമെൻമെന്റിൽ ഇന്ദിരാഗാന്ധി വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ അടിയന്തരാവസ്ഥ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുവരും, അതൊന്നും ഈ ഒരു ജുഡീഷ്യൽ ഒന്നും ഇവിടെ റിവ്യൂ ചെയ്യാൻ വരണ്ട. ഞങ്ങൾ പാർലമെന്റ്, ഞങ്ങളിവിടെ എക്സിക്യൂട്ടീവ് ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരമുള്ള ആൾക്കാർ, ഞങ്ങളെയാണ് ജനങ്ങൾ എലക്ട് ചെയ്ത് വിട്ടത്, നിങ്ങൾ ഇവിടെ ഒന്നും ചോദിക്കാൻ വരരുതെന്ന് നമ്മൾ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ സുപ്രീം കോടതി അവിടെ ഇടപെട്ടു. മിനർവ മിൽസ് കേസിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇടപെടും, ഞങ്ങൾ റിവ്യൂ ചെയ്യും എന്ന് പ്രോപ്പറായിട്ട് തന്നെ നമ്മളുടെ സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോർട്ട് held that the proclamation of a national emergency can be challenged in a court on the ground of malified or that the declaration was based on wholly extraneous and irrelevant facts or is absurd or perverse. അതായത് ഇവിടുത്തെ ഒരു അടിയന്തരാവസ്ഥ എന്നുള്ളത് തെറ്റായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാറൊന്നും വരാനില്ല, വാറ് വരാനുണ്ടെന്നും പറഞ്ഞിട്ട് വെറുതെ ഒരു കാരണവും ഇല്ലാണ്ട് നമ്മളെ പ്രധാനമന്ത്രിയൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വരാനുണ്ട്, ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വെറുതെ കാരണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആ കാരണങ്ങൾ ശരിയാണോ, സത്യത്തിൽ ഇവിടെ ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊക്കെ
ഒക്കെ റിവ്യൂ ചെയ്യാൻ നമ്മളെ സുപ്രീം കോടതിക്ക് പറ്റുന്ന 1980 മിനർവ മിൽസ് കേസിൽ നമ്മളെ സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് നമ്മളെ നാഷണൽ എമർജൻസിയുടെ ഒരു ഇൻട്രോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ നോക്കിയത്, നമ്മളെ പ്രസിഡന്റിന് യുദ്ധമില്ലാത്തപ്പോൾ പോലും യുദ്ധം വരാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ വരെ ഇവിടെ ഒരു എമർജൻസി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ പോലും അപ്പോഴും പുതിയൊരു എമർജൻസി കൊണ്ടുവരുന്നതിന് ഒരു വിധത്തിലുള്ള ലിമിറ്റേഷൻ ഇല്ല, അതുമാതിരി കൊണ്ടുവന്നിട്ടുണ്ട്. പാകിസ്ഥാനായിട്ടുള്ള യുദ്ധത്തിന്റെ പേരിൽ ഇവിടെ ഒരു എമർജൻസി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ പേരിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പഠിച്ചു വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷന്റെ സമയത്തുള്ള എമർജൻസിനെ നമ്മൾ എന്താ പറയാ, എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയും. ആംഡ് റെബല്യന്റെ സമയത്തുള്ള എമർജൻസിനെ നമ്മൾ എന്താ പറയുക, ഇന്റേണൽ എമർജൻസി എന്ന് പറയും. പിന്നെ ഇതിൻ്റെ പേര് നാഷണൽ എമർജൻസി എന്നാണെങ്കിലും നമുക്കിത് രാജ്യം മൊത്തം കൊണ്ടുവരണം എന്നൊന്നുമില്ല. ഇത് ഓൾ ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ ഓൺലി എ പാർട്ട് ഓഫ് ദ കൺട്രി അങ്ങനെയും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒരു ഭാഗം കൊണ്ടുവന്നത് എന്ത് വഴിയാ, 42ാമത്തെ അമെൻമെന്റ് വഴിയാണ്. അപ്പൊ 38 42 നമ്മളുടെ അടിയന്തരാവസ്ഥേനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ 44 അടിയന്തരാവസ്ഥയ്ക്ക് എതിരെയുള്ള ഒരു തടയിടാനുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. തട എങ്ങനെയൊക്കെയാണ് ഇട്ടത്, ഇവിടെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് വഴി അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആകെ കൊണ്ടുവരാൻ പറ്റുന്ന എപ്പോഴാ, ആംഡ് റെബല്യൻ, അതായത് ആയുധമേന്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ മാത്രം. അതുപോലെ തന്നെ നമ്മളുടെ ക്യാബിനറ്റിന്റെ മന്ത്രിസഭയുടെ ആ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് 44ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി പറഞ്ഞു. 38ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ജുഡീഷ്യൽ റിവ്യൂ പറ്റില്ല എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും കോടതി അവിടെ ഇടപെട്ടു. മിനർവ മിൽസ് കേസിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു, കാര്യകാരണങ്ങൾ ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കും. ആരെങ്കിലും അടിയന്തരാവസ്ഥേനെ ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ന് പ്രോപ്പറായിട്ട് നമ്മൾ സുപ്രീം കോടതിയും പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെങ്ങനെയാണ് അപ്രൂവൽ കിട്ടേണ്ടത്, പാർലമെന്ററി അപ്രൂവലും അതുപോലെ തന്നെ എത്ര നാളത്തേക്കാണ് ഈ ഒരു അടിയന്തരാവസ്ഥ നിലനിൽക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഈ ഒരു അപ്രൂവൽ എന്ന് പറയുമ്പോൾ 1 മാസത്തിനുള്ളിൽ കിട്ടണം. അതായത് നമ്മളുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ റിട്ടേൺ റെക്കമെൻഡേഷൻ ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് നമ്മളെ പ്രധാനമന്ത്രി പ്രസിഡന്റിനോട് പറഞ്ഞു ഇവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ നമ്മളുടെ രാജ്യസഭയും ലോകസഭയും സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടെ ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനോട് ഞങ്ങൾ ഓക്കെ ആണെന്ന് പ്രഖ്യാപിച്ചിരിക്കണം. പണ്ട് നമ്മളുടെ 44ാമത്തെ അമെൻമെന്റിന് മുൻപ് ഞാൻ പറഞ്ഞില്ലേ, 44ാമത്തെ അമെൻമെന്റ് വഴിയാണ് കുറെ അധികം പ്രശ്നങ്ങൾ ഇവിടുന്ന് എടുത്തു കളഞ്ഞത്. 44ാമത്തെ അമെൻമെന്റിന് മുൻപ് 2 മാസത്തിൽ അപ്രൂവ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ തന്നെ അപ്രൂവ് ചെയ്തിരിക്കണം. ഇൻ കേസ് ആ ഒരു സമയത്ത് ഇവിടെ ലോക്സഭ ഇല്ല, ലോക്സഭ ഡിസോൾവ് ചെയ്തേക്കാണ്. ലോക്സഭ ഡിസോൾവ് ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിച്ചു വിട്ടേക്കാണ്. ഇവിടെ ലോക്സഭ എന്ന് പറയാനൊന്നും ഇല്ല. പുതിയൊരു ഇലക്ഷൻ നടത്തിയാലേ ഇവിടെ പുതിയൊരു ലോക്സഭ വരുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പുതിയ ലോക്സഭ വന്നതിന് ശേഷമുള്ള 30 ദിവസത്തിൽ ഇത് അപ്രൂവ് ചെയ്താൽ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അപ്പോഴും അവിടെ അത് രാജ്യസഭ അംഗീകരിച്ചിട്ടുണ്ടാവണം. രാജ്യസഭ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ലോകസഭ വന്ന് 30 ദിവസത്തിനുള്ളിൽ അത് അംഗീകരിച്ചാൽ മതി. രാജ്യസഭ നമുക്കറിയാം ഒരു പെർമനന്റ് ബോഡിയാണ്. അവിടെ എപ്പോഴാണെങ്കിലും അത് ഡിസോൾവ് ആവാൻ പോണില്ല. അതുകൊണ്ട് തന്നെ രാജ്യസഭ അംഗീകരിച്ചിട്ടുണ്ടാവണം, ലോകസഭ ഇൻ കേസ് നിലവിലില്ലെങ്കിൽ പോലും. ഇനി ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്കാണത് നിലനിൽക്കാൻ പോകുന്നത്. അത് എത്ര നാളത്തേക്ക് വേണമെങ്കിലും നമുക്കത് പുതിയ അപ്രൂവൽ കൊടുത്തിട്ട്, അതായത് 6 മാസം കഴിയുമ്പോൾ നമ്മൾ പുതുക്കി കൊടുക്കില്ലേ, അതുമാതിരി പുതുക്കി കൂടുതൽ കാലത്തേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മളെ 44ാമത്തെ അമെൻമെന്റ് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇന്ദിരാഗാന്ധിയുടെ സമയത്തുണ്ടല്ലോ, ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഇങ്ങനെ പീരിയോഡിക് അപ്രൂവൽ ഒന്നും ആവശ്യമില്ല. 1 മാസത്തിനുള്ളിൽ, അന്ന് 1 മാസമല്ല കേട്ടോ, 2 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ ലോക്സഭയും രാജ്യസഭയും അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇൻഡെഫിനിറ്റ് പീരീഡിലോട്ട്, അനിശ്ചിത കാലത്തേക്ക് അടിയന്തരാവസ്ഥയാണ്. പക്ഷെ 44ാമത്തെ അമെൻമെന്റ് വന്നിട്ട് പറഞ്ഞു 6 മാസത്തേക്ക് ഇത് നീളാൻ പാടുള്ളൂ. 6 മാസം കൂടുമ്പോൾ നമ്മളെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും പ്രോപ്പറായിട്ട് അപ്രൂവൽ നേടണം എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ മെജോറിറ്റിയാണ്. സ്പെഷ്യൽ മെജോറിറ്റിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സിന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പ്രോപ്പറായിട്ട് പറഞ്ഞു, ഒന്നാമത് ടോട്ടൽ മെമ്പർഷിപ്പിന്റെ ഒരു മെജോറിറ്റി ഉണ്ടാവണം. അതായത് ഇപ്പൊ നമ്മളുടെ
ലോക്സഭയിൽ 545 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരു 273 മെമ്പേഴ്സ് ഇത് അംഗീകരിക്കണം. അതേസമയം അന്നത്തെ ദിവസം ഇപ്പം ആലോചിച്ച് നോക്ക്, ഇപ്പം അന്നത്തെ ദിവസം ഓൾമോസ്റ്റ് ഒരു 450 പേരാണ് അന്നത്തെ ദിവസം ആ ഒരു വോട്ടിങ്ങിനായിട്ട് വരുന്നത്. അപ്പം 450ന്റെ 2/3 ആൾക്കാർ അത് അംഗീകരിക്കണം. അപ്പം 300 പേര് അംഗീകരിക്കാൻ വേണം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താ, ടോട്ടൽ മെമ്പർഷിപ്പിന്റെ പകുതിയെങ്കിലും വേണം. പിന്നെ അന്ന് എത്ര പേര് വരണോ അതിൽ 2/3 ആൾക്കാരും ഇത് അംഗീകരിക്കണം. അപ്പോൾ 2 പ്രൊവിഷൻസ് ഉണ്ട്. ടോട്ടൽ മെമ്പർഷിപ്പും അംഗീകരിക്കണം, ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റി. അതുപോലെ തന്നെ അന്ന് എത്ര പേര് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണോ അതിൽ 2/3 ആൾക്കാരും ഇത് അംഗീകരിക്കണം. ഇങ്ങനെ പറയാൻ കാരണം എന്താ, ഇപ്പൊ ആലോചിച്ച് നോക്ക്, ടോട്ടൽ മെമ്പർഷിപ്പ് 545 ആണ്, അതിൽ 273 പേരാണ്. ഈ 450 പേര് വരുമ്പോൾ 300 പേര് അംഗീകരിച്ചാലല്ല ഇത് ഓക്കെ ആവുള്ളൂ. 273 മാത്രം ഫുൾഫിൽ ചെയ്താൽ പോരല്ലോ, ഈ 300 എന്നുള്ളതും അംഗീകരിക്കണം. ഇനിയിപ്പോൾ ഇത് മാത്രം വെച്ചാൽ പ്രശ്നമില്ലേ, കാരണം അന്നത്തെ ദിവസം ഇപ്പോൾ ആലോചിച്ച് നോക്ക്, 150 പേരെ വന്നുള്ളൂ. അപ്പം 100 പേര് അംഗീകരിച്ചാൽ പോരെ. അതുകൊണ്ടാണ് 2 പ്രൊവിഷൻസും ഒരേ സമയം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്ന് പറഞ്ഞതും ആരാ, 44ാമത്തെ അമെൻമെന്റ്. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് വെറും സിമ്പിൾ മെജോറിറ്റി മതിയായിരുന്നു. അതായത് 545 പേരിൽ 273 പേരെന്നൊന്നും ഇല്ല. അത് ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റി അല്ലേ. എത്ര പേര് അന്ന് വരണോ ആ വരുന്ന ആൾക്കാരിൽ 50% മുകളിൽ അംഗീകരിച്ചാൽ മതി. ഇപ്പൊ ആലോചിച്ച് നോക്ക്, ഒരു 200 പേരെ വന്നുള്ളൂ അന്നത്തെ സമ്മേളനത്തിന്. 200 പേരിൽ 101 പേര് അംഗീകരിച്ചാൽ തന്നെ നമ്മളുടെ അന്നത്തെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആ ഒരു എമർജൻസി ഓക്കെ ആവുമായിരുന്നു. പക്ഷേ 44ാമത്തെ അമെൻമെന്റ് പറഞ്ഞു ഇവിടെ സിമ്പിൾ മെജോറിറ്റി ഒന്നും നടക്കില്ല. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പെഷ്യൽ സിറ്റുവേഷനിലല്ലേ കൊണ്ടുവരണേ. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സിറ്റുവേഷൻസ് റിക്വയർ സ്പെഷ്യൽ മെഷേഴ്സ്. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്ന് നമ്മളെ 44ാമത്തെ അമെൻമെന്റ് പറഞ്ഞു. ഇതെപ്പോഴും ഓർത്ത് വയ്ക്കണം. സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ 2 സ്ഥലത്തും സെപ്പറേറ്റ് ആയിട്ട് പാസ്സാക്കാൻ വേണം. രാജ്യസഭയും പാസ്സാക്കണം, ലോകസഭയും പാസ്സാക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു എമർജൻസി അങ്ങനെ മെയിൻറ്റെയിൻ ആയി പോവുള്ളൂ. 1 മാസത്തിനുള്ളിൽ അംഗീകരിച്ചിട്ടുണ്ടാവണം. ഇനി അടുത്തതായിട്ട് എന്താ വരണേ, മറ്റൊരു കാര്യം കൂടെ നമ്മൾ നോക്കാനുണ്ട്. ഇൻ കേസ് ഈ ഒരു അപ്രൂവലിന്റെ സമയത്ത് ലോക്സഭ പിരിച്ചുവിട്ടു, അതായത് 6 മാസത്തിനുള്ളിൽ വീണ്ടും അപ്രൂവ് ചെയ്യണമല്ലോ. ആ ഒരു സമയത്ത് നമ്മളെ ലോക്സഭ പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ 1 മാസം കൂടെ ലോക്സഭ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1 മാസത്തേക്കും കൂടെ സമയം കൊടുക്കും. രാജ്യസഭ അതിൻ്റെ ഇടയിൽ തന്നെ പാസ്സാക്കിയിട്ടുണ്ടാവണം. അത് മുന്നത്തെ വട്ടത്തെ പോലെ ആദ്യത്തെ അപ്രൂവൽ പോലെ തന്നെയാണ് പിന്നത്തെ അപ്രൂവലുകൾക്കും. ലോക്സഭ ഇൻ കേസ് പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ആ പിരിച്ചു വിട്ട് കഴിഞ്ഞ് പുതിയ ലോക്സഭ വന്ന് 1 മാസത്തിനുള്ളിൽ പാസ്സാക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആ ഒരു പാർലമെന്ററി അപ്രൂവലിനെയും ഡ്യൂറേഷനെയും കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പാർലമെന്ററി അപ്രൂവലിനെയും ഡ്യൂറേഷനെയും കുറിച്ച് പഠിക്കുമ്പോൾ എത്ര നാളത്തേക്കുള്ളിൽ അപ്രൂവ് ചെയ്യേണ്ടേ, 1 മാസത്തിനുള്ളിൽ. പണ്ട് എങ്ങനെയായിരുന്നു, പണ്ട് 2 മാസമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്. പക്ഷെ പിന്നീട് അത് മാറ്റി 1 മാസത്തിലേക്ക് ചുരുക്കി. പിന്നെ ഈ ഒരു 1 മാസം എന്നുള്ളത് ഇൻ കേസ് നമ്മളെ ലോകസഭ അവിടെ പിരിച്ചുവിട്ടേക്കാണ്, അവിടെ ഒരു ലോക്സഭ ഇല്ലെങ്കിൽ ലോകസഭ വീണ്ടും രൂപീകരിച്ച് ആ രൂപീകരിച്ചതിന് ശേഷമുള്ള 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് അപ്രൂവ് ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് രാജ്യസഭ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇത് സ്പെഷ്യൽ മെജോറിറ്റി വഴിയാണ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് ഇവിടെ അടിയന്തരാവസ്ഥ നിലനിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളെ ലോക്സഭയും രാജ്യസഭയും ഇത് അപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എങ്ങനെയായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് 1 വട്ടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കണ വരെ അത് അതുപോലെ തന്നെ ഉണ്ടാവുമെന്നായിരുന്നു. 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ ഒരു കാര്യം മാറ്റിയിട്ട് 6 മാസം കൂടുമ്പോൾ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞത്. പിന്നെ സ്പെഷ്യൽ മെജോറിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവോക്കേഷൻ, അതായത് എങ്ങനെയാണ് ഈ ഒരു അടിയന്തരാവസ്ഥ എന്നുള്ളത് പിൻവലിക്കാൻ പറ്റുക. ഈ ഒരു അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ആരുടെ അപ്രൂവലിന്റെ ആവശ്യമൊന്നുമില്ല. പ്രസിഡന്റിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് പിൻവലിക്കാം. ഇപ്പൊ നമ്മളെ പ്രധാനമന്ത്രി ചെന്നിട്ട് പറയാണ്, മച്ചാനെ ഇതങ്ങോട്ട് പിൻവലിച്ചേക്ക്, ഇനി വേണ്ട, എത്രാന്ന് വെച്ചാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിവോക്ക് ചെയ്യാം. പ്രസിഡന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം. ആ ഒരു ശുപാർശ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യാം, അല്ലാതെ അപ്രൂവലിനൊന്നും ആവശ്യമില്ല. പക്ഷേ ഇൻ കേസ് അപ്രൂവ് ചെയ്തിട്ടാണ് പ്രസിഡന്റ് ഇത് പിൻവലിക്കണ ഒരു മാർഗവും ഇല്ല. നമ്മളെ പ്രധാനമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി പറയാണ്, പ്രസിഡന്റ് ഏട്ടാ ഇത് ഒരിക്കലും പിൻവലിക്കരുതെന്ന് പറഞ്ഞ് നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ലോകസഭയ്ക്ക് ഇത് പിൻവലിക്കാനായിട്ട് അവസരമുണ്ട്. ലോക്സഭ മാത്രം പാസ്സാക്കിയാൽ മതി.
ലോക്സഭ ഇൻ കേസ് ഈ ഒരു അടിയന്തരാവസ്ഥനെ ഡിസപ്രൂവ് ചെയ്യാണ്. ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നതും 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. പണ്ട് എങ്ങനെയായിരുന്നു? പ്രധാനമന്ത്രി പ്രസിഡന്റിനോട് ചെന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു കാര്യം പിൻവലിക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മളുടെ ലോക്സഭയ്ക്ക് ഇത് ഡിസപ്രൂവ് ചെയ്തുകൊണ്ട് ഒരു മോഷൻ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. പണ്ട് ലോക്സഭയ്ക്ക് കൺട്രോൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കൺട്രോൾ ഉണ്ട്. ആര് കൊണ്ടുവന്നു? നമ്മളെ 44-ാമത്തെ അമെൻമെന്റ് കൊണ്ടുവന്നു. ഇവിടെ 4ന്റെ ആ ഒരു കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലായിടത്തും 4 വരുന്നുണ്ട്. 44 എമർജൻസി പ്രൊവിഷൻസിന് കുറെ അധികം തടകളിട്ടത്. അപ്പോൾ ലോക്സഭയ്ക്ക് കൺട്രോൾ കൊടുത്തത് എന്താണ്? 44-ാമത്തെ അമെൻമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു 44-ാമത്തെ അമെൻമെന്റ് പ്രകാരം ലോക്സഭയുടെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ ഒരു 1/10 ആയിട്ടുള്ള ആൾക്കാർ, അതായത് 545 പേരില് ഒരു 55 പേരൊക്കെ, 54.5 നമുക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ, 55 പേരൊക്കെ ചെന്നിട്ട് പറയാണ് നമുക്കിവിടെ ഒരു സ്പെഷ്യൽ സിറ്റിംഗ് വേണം. സ്പീക്കറെ ഇവിടെ ഒരു സ്പെഷ്യൽ സിറ്റിംഗ് 14 ദിവസത്തിനുള്ളിൽ വെക്കണം. ആ ഒരു 14 ദിവസത്തിനുള്ളിൽ വെക്കുന്ന ആ ഒരു സ്പെഷ്യൽ സിറ്റിങ്ങിൽ നമ്മൾ വോട്ട് ചെയ്ത് ഇതിനെ ഡിസപ്രൂവ് ചെയ്തുകൊണ്ട് ഒരു മോഷൻ പാസ്സാക്കണം. എങ്കിൽ നമുക്കിത് വേണ്ടെന്ന് വെക്കാൻ പറ്റും. ഈ ഒരു എമർജൻസി വേണ്ടെന്ന് വെക്കാൻ പറ്റും. അപ്പോൾ സ്പീക്കറിനോട് ആവശ്യപ്പെടാണ്. എത്ര പേര്? ഒരു 55 പേരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ സ്പീക്കർ ഒരു സെഷൻ വെക്കും. ആ സെഷനിൽ വോട്ടെടുപ്പ് നടക്കും. ആ വോട്ടെടുപ്പിൽ വെറും സിമ്പിൾ മെജോറിറ്റി മതി കേട്ടോ. ഡിസപ്രൂവ് ചെയ്യാനായിട്ട് സിമ്പിൾ മെജോറിറ്റി മതി. ഇവിടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. കാരണം അടിയന്തരാവസ്ഥ എന്നുള്ളതൊരു മോശം കാര്യമാണ്. അതിനെടുത്ത് കളയാനായിട്ട് സിമ്പിൾ മെജോറിറ്റി മതി. മോശം കാര്യം കൊണ്ടുവരാനായിട്ടോ സ്പെഷ്യൽ മെജോറിറ്റി വേണം. അപ്പോൾ ആ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ നമ്മളെ ലോകസഭ മാത്രം പാസ്സാക്കിയാൽ മതി. രാജ്യസഭ പാസ്സാക്കണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? ഇത് ഒരു മോശം കാര്യം എടുത്തു കളയാനാണ്. മറ്റേത് മോശം കാര്യം കൊണ്ടുവരാനായിട്ട് കൂടുതൽ പേരോട് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ലോകസഭ മാത്രം സിമ്പിൾ മെജോറിറ്റിയോട് കൂടെ ഈ ഒരു കാര്യം പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മളുടെ അടിയന്തരാവസ്ഥ ഇവിടെ നിന്ന് പിൻവലിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റിവക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മളെ പ്രസിഡന്റിന് വേണമെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കാര്യം റിവോക്ക് ചെയ്യാം. പ്രധാനമന്ത്രിയുടെ അഡ്വൈസ് ഒക്കെ എടുത്ത് ക്യാബിനറ്റിന്റെ അഡ്വൈസ് ഒക്കെ എടുത്തിട്ട് പ്രസിഡന്റിന് പറയാം, ഓക്കെ മക്കളെ, ഇനി നമുക്കിവിടെ എമർജൻസി വേണ്ടാന്ന് പറഞ്ഞിട്ട് റിവോക്ക് ചെയ്യാം, പിൻവലിക്കാം. പക്ഷേ ഇവിടെ പ്രസിഡന്റ് പിൻവലിക്കുന്നില്ലെങ്കിൽ നമ്മളെ ലോക്സഭയ്ക്ക് പ്രസിഡന്റിനോട് ആവശ്യപ്പെടാൻ പറ്റും. അങ്ങനെ ആവശ്യപ്പെടാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നത് 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ആ ഒരു 44-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നമ്മളുടെ ലോക്സഭയ്ക്ക് എന്തെങ്കിലും ഒരു കൺട്രോൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ലോക്സഭയുടെ ഒരു 1/10 ഓഫ് ദ മെമ്പേഴ്സ്, അതായത് 545-ൽ ഒരു 55 പേര് ചെന്നിട്ട് പറയാണ് നമുക്ക് ഒരു സ്പെഷ്യൽ സെഷൻ വേണം. സ്പീക്കറെ ഇപ്പൊ തന്നെ സമ്മേളനം കൂടണം. ആ സമ്മേളനം 14 ദിവസത്തിനുള്ളിൽ കൂടിയിട്ട് അവിടെ സിമ്പിൾ മെജോറിറ്റിയിൽ അവർ പാസ്സാക്കണം. നമുക്ക് ഇവിടെ ഇനി എമർജൻസി വേണ്ടാന്നും പറഞ്ഞ് പാസ്സാക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ആ ഒരു എമർജൻസി പിൻവലിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഭരിക്കുന്ന ആൾക്കാർക്ക് മാത്രം, ഒരു മന്ത്രിസഭയോ പ്രധാനമന്ത്രിയോ മാത്രമല്ല ഇവിടെ തീരുമാനിക്കാൻ പോണേ. ആ ഒരു മന്ത്രിസഭ എന്നൊക്കെ പറയുമ്പോൾ എന്താ? എക്സിക്യൂട്ടീവ് ആണ് അല്ലേ? മന്ത്രിസഭയും നമ്മളെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ അടങ്ങിയിട്ടുള്ളത് എക്സിക്യൂട്ടീവിലാണ്. അപ്പൊ എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ മാത്രമല്ല അധികാരം, ആ ഒരു അധികാരത്തിന് 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മളുടെ ലെജിസ്ലേച്ചറിലോട്ട് കൊണ്ടുവന്ന് തന്നു. ആ ഒരു ലെജിസ്ലേച്ചറിൽ ലോക്സഭയ്ക്കാണ് ആ ഒരു പവർ കിട്ടിയത്. ഇതൊരു മോശം കാര്യമായതുകൊണ്ട് ഇത് കളയാനായിട്ട് നമുക്ക് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. അപ്പോൾ അവിടെ നമ്മൾ റിവോക്കേഷനും കഴിഞ്ഞോ, നമ്മളുടെ പാർലമെന്ററി അപ്രൂവൽ പഠിച്ചു, ഡ്യൂറേഷൻ പഠിച്ചു, അതുപോലെ തന്നെ ഇതെങ്ങനെ പിൻവലിക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ നാഷണൽ എമർജൻസി വരുമ്പോൾ നമുക്കുണ്ടാവുന്ന എഫക്റ്റുകൾ. നമുക്കിപ്പോൾ ഓരോ വാർത്തകളിലൂടെയൊക്കെ കേട്ടിട്ട് നമുക്കറിയാം അന്ന് അങ്ങനെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു, അങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്കറിയാം. പക്ഷെ ശരിക്കും എന്തൊക്കെയാണ് ഈ നാഷണൽ എമർജൻസിയുടെ എഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എഫക്റ്റിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലുള്ള ആ ഒരു വ്യത്യാസമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഫെഡറൽ സ്ട്രക്ചറിൽ നിന്ന് യൂണിറ്ററി സ്ട്രക്ചറിലോട്ട് മാറും. അപ്പോൾ നമ്മളുടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വ്യത്യാസം വരും അല്ലേ? അപ്പോൾ അതെങ്ങനെയൊക്കെ വ്യത്യാസം വരാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വ്യത്യാസം വരാൻ പോകുന്നത് എക്സിക്യൂട്ടീവിന്റെ കാര്യത്തിലാണ്. എക്സിക്യൂട്ടീവിന്റെ കാര്യത്തിൽ സാധാരണ സമയങ്ങളിൽ നോർമൽ ടൈംസിൽ ചില കാര്യങ്ങളിൽ മാത്രമേ സംസ്ഥാനങ്ങളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലോ എല്ലാ കാര്യത്തിലും പറയാം. നമ്മളുടെ കേന്ദ്രം പറയും എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാ മാറ്റേഴ്സിലും കംപ്ലീറ്റ് കൺട്രോൾ ടു ദി സെൻട്രൽ ഗവൺമെന്റ്. അതാണ് നാഷണൽ എമർജൻസി, അതാണ്
യൂണിറ്ററി കൺട്രോൾ. നമ്മളെ സെൻറ്ററിൻ്റെ കയ്യിലിരിക്കും എല്ലാ വിധത്തിലുള്ള അധികാരവും. അതാണ് ആദ്യത്തെ മാറ്റം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെജിസ്ലേച്ചറിൽ നമ്മളെ നിയമനിർമ്മാണ സഭകളിൽ എങ്ങനെയാണ് വ്യത്യാസം വരിക. ഇവിടെ നമ്മളെ പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരെ നിയമം പാസ്സാക്കാനുള്ള അധികാരം കിട്ടും. മുൻപ് സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിന് മാത്രമേ നിയമം പാസ്സാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മളെ പാർലമെന്റിനും അവിടെ നിയമം പാസ്സാക്കാം. നമ്മളുടെ നിയമസഭകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് ചോദിക്കും, നാഷണൽ എമർജൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭകൾ പിൻവലിക്കുക എന്നുള്ള രീതിയിൽ. പിൻവലിക്കില്ല. സംസ്ഥാന നിയമസഭകൾ അവിടെ തന്നെ ഉണ്ടാവും. പിരിച്ചു വിടാനൊന്നും പോണില്ല, അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അവരെന്ത് നിയമം പാസ്സാക്കിയാലും അതിൻ്റെ മുകളിൽ ഓവർ റൈഡിങ് പവർ, അതായത് അതിൻ്റെ മുകളിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ നമ്മളുടെ പാർലമെന്റിന് കഴിയും. പാർലമെന്റ് കൊണ്ടുവരുന്ന നിയമങ്ങളായിരിക്കും ഏറ്റവും മുകളിൽ നിൽക്കുന്നുണ്ടാവുക. അതാണ് ഈ ഓവർ റൈഡിങ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെന്റിന് നിയമം പാസ്സാക്കാനുള്ള അധികാരം കൂടെ കിട്ടും. പക്ഷേ ഈ ഒരു നിയമം പാസ്സാക്കാനുള്ള അധികാരം കിട്ടുമെങ്കിലും നമ്മളുടെ എമർജൻസി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഈ ഒരു നിയമം പിന്നെ അവിടെ ഉണ്ടാവില്ല. എമർജൻസി കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ആ നിയമം ഇല്ലാണ്ടായി പോകും. ആ എമർജൻസി കഴിയണവരെ അവർ പിന്നുള്ള ഒരു 6 മാസത്തേക്ക് കൂടെ മാത്രമേ ആ നിയമം ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഓർഡിനൻസുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. നമ്മളുടെ നിയമനിർമ്മാണ സഭകളിലൊന്നും പാസ്സാക്കാതെ നേരിട്ട് ഗവൺമെന്റ് പ്രസിഡന്റ് വഴിയും ഗവർണർ വഴിയൊക്കെ പാസ്സാക്കുന്നതാണ് ഈ ഒരു ഓർഡിനൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ലോക്സഭ കൂടാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്സാക്കണമെന്നാണ് ഓർഡിനൻസ് എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മളുടെ ഇന്ത്യൻ പോളിറ്റിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഓർഡിനൻസുകൾ ഇറക്കാൻ പറ്റും സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യത്തിൽ. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിനോട് ഇനി പ്രസക്തി ഇല്ല. എമർജൻസിയുടെ കാലത്ത് ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ട കാര്യമാണ്, ഞങ്ങൾ സംസ്ഥാനങ്ങൾ തീരുമാനിക്കുന്നു പറയാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ഓർഡിനൻസ് ആണെങ്കിലും നിയമമാണെങ്കിലും എല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരെ നമ്മുടെ പാർലമെന്റിന് പാസ്സാക്കാൻ പറ്റും. ഇപ്പം കേരളം വേറൊരു നിയമം പാസ്സാക്കിയാലും അതിൻ്റെ മുകളിലൊരു നിയമം പാസ്സാക്കാൻ നമ്മളുടെ പാർലമെന്റിന് പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ കേന്ദ്രത്തിന് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഓഫീസേഴ്സിനൊക്കെ ഇപ്പോൾ നമ്മളുടെ പാർലമെന്റിന് സ്റ്റേറ്റിൻ്റെ കാര്യത്തിലും പല വിധത്തിലുള്ള അധികാരങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അപ്പോൾ ആ അധികാരങ്ങൾ നമ്മളെ കേന്ദ്രത്തിനും ഓഫീസേഴ്സിനുമായിട്ട് ഭാഗിച്ചു കൊടുക്കാനും ഈ ഒരു സമയത്ത് പാർലമെന്റിന് പറ്റും. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? മൊത്തത്തിൽ നമ്മളെ പാർലമെന്റിനാണ് അധികാരം വരുന്നത്. പിന്നെ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി ഇവിടെയും വന്നിട്ടുണ്ട്. 42ാമത്തെ ഭേദഗതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ എമർജൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, എമർജൻസി കുറച്ചും കൂടി ഈസി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ 42ാമത്തെ ഭേദഗതി കൊണ്ടുവന്നത്. അപ്പം ഇതിൽ പറഞ്ഞു, നമ്മളുടെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ മാത്രമായിട്ട് ഭരണഘടന ഒരു എമർജൻസി കൊണ്ടുവരാനുള്ള അധികാരം തന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യം മുഴുവൻ മാത്രം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ മാത്രം നാഷണൽ എമർജൻസി കൊണ്ടുവരാം. അപ്പോൾ കേരളത്തിൽ മാത്രം നാഷണൽ എമർജൻസി കൊണ്ടുവന്നിട്ടുള്ളൂ എങ്കിലും ഈ ഒരു കാര്യം മറ്റ് സ്റ്റേറ്റ്സിലും ഇതുപോലുള്ള അധികാരങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ നാഷണൽ എമർജൻസി ഉള്ളൂ, പക്ഷേ പാർലമെന്റ് തമിഴ്നാടിൻ്റെ കാര്യത്തിലും ഈ ഒരു അധികാരം ഉപയോഗിക്കാൻ പറ്റും. എമർജൻസി എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാവരുടെയും മെക്കിട്ട് പാർലമെന്റ് കയറും. അതാണ് ഈ 42ാമത്തെ അമെൻമെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളിലുള്ള ആ ഒരു ഇടപെടലാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോളൂ, ഇതൊരു ഫിനാൻഷ്യൽ എമർജൻസി ഒന്നും അല്ല കേട്ടോ. നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഫിനാൻഷ്യൽ ഉള്ള കാര്യത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കായിട്ട് ഓരോ റവന്യൂ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവില്ലേ, ഈ ടാക്സ്, നമ്മളെ GST പോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സമാഹരിച്ച് വെച്ചിട്ട് ഇന്നാ മോനെ ഇതാണ് നിന്റെ വിഹിതം, ഇതാണ് നിന്റെ വിഹിതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കില്ലേ. ആ കാര്യങ്ങളിലും മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. കേന്ദ്രത്തിന് തീരുമാനിക്കാം, ഇപ്പം കേരളത്തിന് 10 പൈസ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അതും അതുപോലെ നടത്താൻ പറ്റും. ആര് തീരുമാനിക്കും? കേന്ദ്രം തീരുമാനിക്കും. പിന്നെ ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുന്നത്തെ പോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 6 മാസം എന്ന ഇതിൻ്റെ കാലാവധി ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നവരെ. നമുക്കറിയാം ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നവരെ ഇതുപോലെ തന്നെയാണ് പോകാൻ പോണേ. പിന്നെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് 2 ഹൗസിൻ്റെ അടുത്ത്, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെ അടുത്ത് പോയിട്ട് അപ്രൂവലൊക്കെ വാങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലുള്ള വ്യത്യാസം വരാൻ പോണത്. ആദ്യം എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ പാർലമെന്റിന് അഥവാ നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിന് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോട് ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാന്ന്
പറയാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ലെജിസ്ലേച്ചറിലോട്ട് നമ്മൾ വരുമ്പോൾ പാർലമെന്റിന് എല്ലാ വിധത്തിലുള്ള കാര്യത്തിലും ഈവൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരെ പോയിട്ട് നിയമങ്ങൾ പാസ്സാക്കാൻ പറ്റും. അപ്പോൾ എക്സിക്യൂട്ടീവിന്റെ കാര്യത്തിൽ വരുമ്പോൾ പാർലമെന്റ് അല്ല കേട്ടോ ഡയറക്റ്റീവ്സ് കൊടുക്കണേ. ശരിക്കും എന്താ എക്സിക്യൂട്ടീവിന്റെ മേലെ എക്സിക്യൂട്ടീവിന്റെ അധികാരമല്ല വരണേ. അപ്പോൾ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഡയറക്റ്റീവ്സ് കൊടുക്കണേ. ലെജിസ്ലേച്ചറിലോട്ട് വരുമ്പോൾ എങ്ങനെയാ? ലെജിസ്ലേച്ചറിലോട്ട് വരുമ്പോൾ പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലൊക്കെ എന്ത് കാര്യത്തിലാണെങ്കിലും നിയമം പാസ്സാക്കാം. അവിടെ സംസ്ഥാന നിയമസഭയൊക്കെ ഉണ്ടാവും. ഇൻ കേസ് ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ്. ആ സമയത്ത് നമ്മളെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്നാൽ അതിൻ്റെ മുകളിലുള്ള നിയമം നമ്മളുടെ കേന്ദ്ര സർക്കാരിന് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇത് അടിയന്തരാവസ്ഥയാണ്. ഇവിടെ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഇവിടുത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലുള്ള വ്യത്യാസം. ഇവിടെ എങ്ങനെ കാശ് കൊടുക്കണം. നമ്മളെ കേരളം ഇപ്പോൾ കുറേ അധികം കാര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. കേന്ദ്രം ഇത്ര വിഹിതം തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതൊരു അടിയന്തരാവസ്ഥയുടെ സമയത്താണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. കേന്ദ്രത്തിന് ഇഷ്ടമുള്ള പോലെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലുള്ള വ്യത്യാസം വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ലോക്സഭയുടെയും സ്റ്റേറ്റ് നിയമസഭകളുടെയും ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു ലൈഫിന്റെ കാര്യത്തിലും നമ്മളുടെ ഈ ഒരു അടിയന്തരാവസ്ഥയുടെ സമയത്ത് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ ലോക്സഭയുടെ കാര്യത്തിലാണെങ്കിൽ 1 വർഷം വെച്ചിട്ട് ഓരോ വട്ടവും 1 വർഷം വെച്ചിട്ട് ആ ഒരു പീരീഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും ഇൻ കേസ് എമർജൻസി കഴിഞ്ഞു പോയാൽ ഈ ഒരു ആഡ് ചെയ്ത പീരീഡിനുള്ളിൽ 1 വർഷത്തേക്ക് നീട്ടി കൊടുത്തു. പക്ഷെ പിറ്റേ ദിവസം എമർജൻസി അവിടെ ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെ 6 മാസത്തേക്കും കൂടെ അവിടെ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. എമർജൻസി കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തേക്കും കൂടെ അത് ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് 1 വർഷം വെച്ചിട്ട് ഈ ഒരു കാര്യം അവർക്ക് നീട്ടി കൊടുക്കാൻ പറ്റും. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഇത് 2 വട്ടം നീട്ടിയിട്ടുണ്ടായിരുന്നു. 1975 വരെ ഭരിക്കേണ്ടതിന് 1977 വരെ, ആദ്യം 76 വരെ നീട്ടി, പിന്നെ 77 വരെ നീട്ടി. പക്ഷെ എന്തുണ്ടായേ? 77 ഒരു പോയിന്റ് വെച്ചിട്ട് അവര് എമർജൻസി പിൻവലിച്ചു. അപ്പൊ പിന്നെ എത്ര കാലത്തേക്ക് ആ ഒരു കാലാവധി ഉള്ളൂ? 6 മാസത്തേക്ക് കാലാവധി ഉള്ളൂ. അപ്പൊ എത്ര കൊല്ലം വെച്ച് നീട്ടാൻ പറ്റും? 1 വർഷം വെച്ച് നീട്ടാൻ പറ്റും. അതിനുശേഷം നമ്മളുടെ സ്റ്റേറ്റ് അസംബ്ലിയുടെ കാര്യത്തിലാണെങ്കിലും 1 വർഷം വെച്ചിട്ട് നീട്ടാൻ പറ്റും. ഇതുപോലെ തന്നെ 6 മാസത്തിന് ശേഷം ആ ഒരു കാര്യം എമർജൻസിക്ക് ശേഷം 6 മാസം കൂടെ ആ ഒരു നീട്ടിയ പീരീഡ് ഉണ്ടാവുള്ളൂ. 1 വർഷത്തേക്കും കൂടി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻ കേസ് 1 വർഷത്തേക്ക് നീട്ടി 1 ദിവസം കഴിഞ്ഞപ്പോൾ എമർജൻസി പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തേക്കും കൂടി അത് ഉണ്ടാവുള്ളൂ. ഇത് ഓരോ വട്ടം നീട്ടും എന്ന് പറയുമ്പോഴും അത് പാർലമെന്റിൽ നിയമം പാസ്സാക്കിക്കൊണ്ടാണ് നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാര്യമാണെങ്കിലും നമ്മളുടെ ലോക്സഭയുടെ കാര്യമാണെങ്കിലും അപ്പോൾ 1 വർഷം വെച്ചിട്ടാണ് നീട്ടാൻ പറ്റുക. അപ്പോൾ അങ്ങനെയാണ് ലൈഫ് ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി വരുന്നത്. എന്തിൻ്റെ കാര്യത്തിൽ? നാഷണൽ എമർജൻസിയുടെ കാര്യത്തിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മേലുള്ള ആ ഒരു എഫക്റ്റ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൗലിക അവകാശങ്ങൾക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു എമർജൻസി എന്ന് പറയുന്നത്. നമ്മളുടെ പല ആൾക്കാരെയും ഈ ഒരു എമർജൻസിയുടെ സമയത്ത് ജയിലിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ സമയത്തുള്ളതിനെ കുറിച്ച് പലരും പറയാറുണ്ട്. നമ്മളെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ആ ഒരു സമയത്ത് മൗലിക അവകാശങ്ങളൊന്നും ഉണ്ടായില്ല, അതുപോലെയൊക്കെ തന്നെയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു എമർജൻസി വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മേല് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാവാന്ന്. അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതിനെ കുറിച്ച് 358 ആർട്ടിക്കിളിലും 359 ആർട്ടിക്കിളിലുമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞില്ലേ 352 മുതൽ 360 വരെയാണ് എമർജൻസിനെ കുറിച്ച് പറയണേ. അപ്പോൾ ഇവിടെ ഈ ഒരു നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉണ്ടാവുന്ന എഫക്റ്റിനെ കുറിച്ച് പറയുന്നത് 358ഉം 359 ഈ 358 പറയണത് ആർട്ടിക്കിൾ 19 എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ആർട്ടിക്കിൾ 359 എക്സെപ്റ്റ് ആർട്ടിക്കിൾ 20 and 21 ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 20ഉം 21ഉം ഇവിടെ മാറ്റി നിർത്താൻ കാരണം എന്താ? ആർട്ടിക്കിൾ 21 എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ലൈഫാണ്. നമ്മൾ ജീവിക്കാനുള്ള അധികാരത്തിന് ഏതെങ്കിലും അടിയന്തരാവസ്ഥയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? പിന്നെ ആർട്ടിക്കിൾ 20നെ മാറ്റി നിർത്താനുള്ള കാരണം കൺവിക്ഷൻ ഓഫ് ഒഫൻസസ് ആണ്. ഈ കൺവിക്ഷൻ ഓഫ് ഒഫൻസസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഏതെങ്കിലും കുറ്റം നമ്മളുടെ മേലെ ആരോപിച്ച് അത് നമ്മളുടെ കുറ്റമാണെന്ന് കുറ്റം നമ്മളുടെ മേലെ ചുമത്തുന്നതാണ് ഈ ഒരു കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. അപ്പോൾ അത് നമ്മളുടെ മേലെ വെറുതെ ഒരു അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ എന്തെങ്കിലും കുറ്റം ചുമത്തി നമ്മളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് ആർട്ടിക്കിൾ 20നെയും 21നെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും അടിയന്തരാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ജീവനെയോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ക്യാരക്ടറിനെയോ അവർക്ക് ഒരിക്കലും ഒരു രീതിയിലും
എഫക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം ഈ ഒരു ആർട്ടിക്കിൾ 359 തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 358 നമ്മൾ വരുമ്പോൾ ആർട്ടിക്കിൾ 358 നമ്മളുടെ ഇവിടെ ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വേറെ ഒരു കാരണത്തിൻ്റെ ആവശ്യമില്ല, പ്രസിഡന്റ് ഒരു പ്രൊക്ലമേഷൻ ഇറക്കണ്ട, ഓട്ടോമാറ്റിക്കലി ഇവിടെ നാഷണൽ എമർജൻസി എന്നുള്ള പ്രൊക്ലമേഷൻ മാത്രം ഇറക്കിയാൽ മതി. അപ്പം തന്നെ 358 ഇവിടെ നിലവിൽ വരും. പക്ഷേ 358 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആർട്ടിക്കിൾ 19 കുറിച്ചല്ലേ പറയണേ. ആർട്ടിക്കിൾ 19 എന്ന് പറയുമ്പോൾ എന്താ? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലേ. നമുക്ക് കാര്യങ്ങൾ പറയാനും ആശയങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ള അധികാരമാണ്. അപ്പോൾ നാഷണൽ എമർജൻസി വരുമ്പോൾ നമ്മളുടെ ആ ഒരു ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അധികാരം ഇല്ലാണ്ടാവും. പക്ഷേ 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സ്റ്റേണൽ എമർജൻസി ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഒരു അവകാശം എടുത്ത് കളയാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ ഇവിടെ ഉള്ളിലൊരു പ്രക്ഷോഭം ഉണ്ടായെന്നും പറഞ്ഞിട്ട് നമ്മളുടെ കാര്യങ്ങൾ പറയാനുള്ള അവകാശം എടുത്ത് കളയരുതെന്ന് ആര് പറഞ്ഞു? 44ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 19 ഇവിടെ സസ്പെൻഡ് ആവുമെങ്കിലും എമർജൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ആ ഒരു സസ്പെൻഷൻ വഴി നമ്മളുടെ ഗവൺമെന്റിന് കുറച്ച് അധികാരങ്ങൾ കിട്ടും അല്ലേ. നമ്മളുടെ വാക്കുകളൊക്കെ അടിച്ചമർത്താനുള്ള അധികാരം കിട്ടില്ലേ. അത് പക്ഷേ എമർജൻസിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം. അല്ലാതെ പ്രധാനമന്ത്രിയുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് അത് ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ആർട്ടിക്കിൾ 359 ആർട്ടിക്കിൾ 358 നമ്മളുടെ 19ാം ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പോകും. പക്ഷേ അത് എക്സ്റ്റേണൽ എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ എമർജൻസി ആയിരിക്കണം. അല്ലാതെ ഇവിടെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നമുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചില്ലേ, ആന്റണി വർഗീസ് പെപ്പയും ഷെയ്ൻ നിഗോയും നമ്മൾ RDX ഫാമിലിയിൽ ഒരു അടിയുണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ 19 എടുത്ത് കളയാൻ പറ്റില്ല. പെപ്പയും സംസാരിക്കും, നിഗോയും സംസാരിക്കും. പക്ഷെ അതൊരു എക്സ്റ്റേണൽ എമർജൻസി ആണ്. പുറത്തുനിന്നുള്ള ഗുണ്ടകളാണ് ഒന്ന് ആക്രമിക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം പെപ്പെ, നിഗം നിങ്ങൾ മിണ്ടാണ്ടിക്ക്, ഇവിടെ നമ്മൾ പുറത്തുനിന്നുള്ളവരായിട്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയാൽ അത് ശരിയാവില്ല എന്ന് പറയാൻ പറ്റും. അപ്പം 358 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 358 പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ എമർജൻസിയുടെ സമയത്ത് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്ത് കളയണതിനെ കുറിച്ചാണ്. ആ ഒരു സമയത്ത് അതിൻ്റെ എൻഫോഴ്സ്മെന്റ് ഉണ്ടാവില്ല. അല്ലാതെ മൊത്തത്തിൽ ആർട്ടിക്കിൾ 19 ഭരണഘടനയിൽ തന്നെ എടുത്ത് കളയുന്നൊന്നുമല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക്കിൾ 359 നമ്മൾ വരുമ്പോഴും ഇവിടെ മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് 19 അല്ലാതെ ബാക്കിയും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലേ, അതിൽ 20ഉം 21ഉം ഒഴികെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെ എടുത്ത് കളയുന്നതാണ് പറഞ്ഞിരിക്കണേ. ഇവിടെ എടുത്ത് കളയുന്ന പറയുമ്പോൾ ഞാനിങ്ങനെ പറയണമെന്നുള്ളൂ, എടുത്ത് കളയുന്നത്. ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഭരണഘടനയിൽ നിന്ന് കളയുന്നല്ല, അതിൻ്റെ എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ചെയ്യും. എൻഫോഴ്സ്മെന്റ് നമുക്ക് ഇതും പറഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ പോകാനൊന്നും പറ്റില്ല. ഇപ്പം നമ്മളെ റൈറ്റ് ടു ഈക്വാലിറ്റി അടിയന്തരാവസ്ഥയുടെ സമയത്ത് അവർ ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. കാരണം ഇത് അടിയന്തരാവസ്ഥയാണ്. നമ്മളുടെ ഈ ഒരു അവകാശത്തിന്റെ എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് റെമഡി സീക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ 20ഉം 21ഉം ഒഴികെയുള്ള അവകാശങ്ങളൊക്കെ പോകുന്നില്ല. നമ്മളെ പ്രസിഡന്റ് ഒരു ഓർഡർ ഇറക്കും. ആ ഓർഡറിൽ ഏതൊക്കെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ആ അവകാശങ്ങൾ മാത്രമേ പോവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ എമർജൻസിയുടെ കാലം മൊത്തം ആ ഒരു അവകാശം പോകുന്നില്ല. ഇപ്പൊ പ്രസിഡന്റ് പറയാണ് 6 മാസത്തേക്കാണ് നിങ്ങളെ റൈറ്റ് ടു ഈക്വാലിറ്റി ഞങ്ങൾ എടുത്ത് കളയാൻ പോണേന്ന് ആ ഒരു ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്കേ പോവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കാര്യത്തിനെയും അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് റെമഡി ആ ഒരു സമയത്ത് റെമഡിക്കായിട്ട് പോകാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ 44ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി പറഞ്ഞിട്ടുണ്ട് 20, 21 ഒരിക്കലും എടുത്ത് കളയരുത്. കാരണം 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫാണ്. 20 എന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ് ആണ്. അപ്പം നമ്മളുടെ ജീവിക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ നമ്മളുടെ മേൽ വെറുതെ അനാവശ്യമായിട്ട് കുറ്റം ചുമത്തപ്പെടാതിരിക്കാനുള്ള അവകാശവും ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആ ഒരു എമർജൻസി സമയത്ത് നമുക്ക് കളയാൻ പറ്റില്ല. പിന്നെന്താ, ഓൺലി ലോസ് റിലേറ്റഡ് ടു എമർജൻസി, വെറുതെ എമർജൻസി എന്നും പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കരുതെന്നും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കണം. ഈ ആർട്ടിക്കിൾ 358, അതായത് ആർട്ടിക്കിൾ 19 വേണ്ടി മാത്രമുള്ള 358ഉം ആർട്ടിക്കിൾ 359 20, 21 ഒഴികെയുള്ള മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ആർട്ടിക്കിളും തമ്മിൽ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 358 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 വേണ്ടി മാത്രമാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെന്താ, 358 ഓട്ടോമാറ്റിക് ആയിട്ട് വരും. മറ്റേതിന് പ്രസിഡന്റ് ഓർഡർ ഇറക്കണം. പ്രസിഡന്റ് ഓർഡർ ഇറക്കിയിട്ട് ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് സസ്പെൻഡ് ചെയ്യാൻ പോണത്
എൻഫോഴ്സ്മെന്റ് ആണ് സസ്പെൻഡ് ചെയ്യാൻ പോണത്. പിന്നെ അതുപോലെ തന്നെ എത്ര നാളത്തേക്ക് എന്നുള്ളത് പ്രസിഡന്റ് ഓർഡർ ഇറക്കിയാലേ 359 നിലവിൽ വരുള്ളൂ. പക്ഷെ 358 നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതൊരു എക്സ്റ്റേണൽ എമർജൻസി ആണെങ്കിൽ നിലവിൽ വന്നിരിക്കും. 358 എക്സ്റ്റേണൽ എമർജൻസിയിൽ മാത്രമാണ്. പക്ഷെ 358 ഇന്റേണലിലും എക്സ്റ്റേണലിലും ഇറക്കാൻ പറ്റും. പിന്നെ 358 എൻറ്റയർ ഡ്യൂറേഷൻ ആണ്. 359 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രസിഡന്റ് ഓർഡർ ഇറക്കുമ്പോൾ ആ ഓർഡറിൽ എത്ര സമയമാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമാണ്. പിന്നെ 358 എൻറ്റയർ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 359 എന്ന് പറയുമ്പോൾ ആ ഒരു പ്രസിഡന്റിന്റെ ഓർഡറിൽ ചെറിയൊരു ഭാഗത്തേക്ക് മാത്രം മാറ്റി നിർത്താൻ പറ്റും. പിന്നെ 358 ആർട്ടിക്കിൾ 19 എടുത്ത് കളയുന്നു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 359 ആ ഒരു പ്രസിഡന്റിന്റെ ഓർഡറിൽ എന്തൊക്കെ ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ എടുത്ത് കളയുള്ളൂ. പിന്നെ ആർട്ടിക്കിൾ 359 പറഞ്ഞിട്ടുണ്ട് ആ ഒരു ലോ സ്പെസിഫൈ ചെയ്തത് മാത്രം എടുത്ത് കളയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പോൾ അക്കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം 358 കുറിച്ചും 359 കുറിച്ചും. 358 ആർട്ടിക്കിൾ 19 എന്ന നമ്മളുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റിനെ എങ്ങനെയാണ് ബാധിക്കാന്നാണ് കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റേണൽ അഗ്രഷന്റെ സമയത്ത് മാത്രമേ നമുക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രസിഡന്റ് ഓർഡർ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ നാഷണൽ എമർജൻസി എക്സ്റ്റേണൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 19 ഇവിടെ നിന്ന് ആ ഒരു എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ആയി പോവും. പിന്നെ ആർട്ടിക്കിൾ 359 അവിടെ 20, 21 പ്രത്യേകം മാറ്റി നിർത്തിയിട്ടുണ്ട്. മറ്റു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിലും പ്രസിഡന്റ് ഓർഡർ ഇറക്കിയിട്ട് ആ ഓർഡറിൽ എന്തൊക്കെ പറയുന്നോ, ഇപ്പോൾ നമ്മൾ 14, 15, 16 എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടുള്ളെങ്കിൽ അത് മാത്രമേ എടുത്ത് കളയുള്ളൂ. പിന്നെ എത്ര സമയത്തേക്ക് എന്ന് പറയണോ ആ സമയത്തേക്ക് മാത്രമേ എടുത്ത് കളയുള്ളൂ. പിന്നെ ഏത് സ്ഥലത്തേക്ക് എന്നൊക്കെ പറയണോ അവിടെ മാത്രമേ എടുത്ത് കളയുള്ളൂ. പിന്നെ അവിടെ 20, 21 നമ്മൾ ഒരിക്കലും എമർജൻസിയുടെ സമയത്ത് പോലും എടുത്തു കളയാതിരിക്കാനുള്ള കാരണം എന്താ? 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ തന്നെ റൈറ്റ് ടു ലൈഫും റൈറ്റ് അഗെയിൻസ്റ്റ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസുമാണ് ആ റൈറ്റ്സ് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റിങ്ഷൻ ആണ് പഠിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ എമർജൻസിയുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള നാഷണൽ എമർജൻസി ഡിക്ലറേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ വന്നത് 1962 മൊത്തത്തിൽ 3 വട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 62 എന്ന് പറയുമ്പോൾ നമുക്ക് ചൈനയായിട്ടൊരു യുദ്ധം ഉണ്ടായിരുന്നു നമ്മളെ ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്ത്. കുറെ അധികം ചരിത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ആ ഒരു ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്ത് ചൈനയുടെ അടുത്ത് നമ്മൾ തോറ്റുപോയി. അത് ജവഹർലാൽ നെഹ്റുവിന് വളരെ വലിയൊരു ആഘാതമായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ജവഹർലാൽ നെഹ്റു മരിക്കുന്നത് തന്നെ. അപ്പോൾ 62 ഈ ഒരു ചൈന ആയിട്ടുള്ള അഗ്രഷന്റെ സമയത്ത് നമ്മളുടെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ആ ഒരു ഭാഗത്ത് നമ്മുടെ അരുണാചൽ പ്രദേശ് ഭാഗത്താണ് ആ ഒരു യുദ്ധം നടന്നിരുന്നത്. ഇപ്പോഴും അരുണാചൽ പ്രദേശിൽ നമ്മളുടെ ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ചൈന ആയിട്ട് യുദ്ധം നടന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു എമർജൻസി കൊണ്ടുവന്നു. അത് പക്ഷേ 1968 വരെ ഉണ്ടായിരുന്നു, 6 കൊല്ലത്തേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാനായിട്ട് നമുക്കൊരു യുദ്ധം ഉണ്ടായിരുന്നു 1965 നമ്മളെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമയത്ത്. ആ ഒരു യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു. അപ്പോൾ ആ ഒരു യുദ്ധം ആ ഒരു സമയത്ത് പോലും നമുക്ക് പുതിയതായിട്ടൊരു എമർജൻസി കൊണ്ടുവരേണ്ട വന്നില്ല. ഇത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയാണ് ഒരു എമർജൻസി ഉള്ളപ്പോൾ തന്നെ നമുക്ക് പുതിയൊരു എമർജൻസി കൊണ്ടുവരാം എന്നുള്ളൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ പോണേ. അപ്പോൾ 1962 നമുക്ക് ചൈനയായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ നമുക്കൊരു എമർജൻസി കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ 65 നമുക്കൊരു യുദ്ധം ഉണ്ടായല്ലേ, അപ്പോൾ ചിലപ്പോൾ ആ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ പുതിയൊരു എമർജൻസി കൊണ്ടുവന്നിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കും. ഇല്ല, 65 യുദ്ധം ഉണ്ടായി, പക്ഷെ നമ്മൾ ആ സമയത്ത് എമർജൻസി കൊണ്ടുവന്നില്ല. കാരണം നമ്മുടെ എമർജൻസി 68 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കാണ്ട്. കാരണം എന്താ? ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോൾ അപ്രൂവലൊന്നും വേണ്ട. 6 മാസം കൂടുമ്പോൾ അപ്രൂവലിനെ കുറിച്ച് പറഞ്ഞത് 78 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അപ്രൂവലിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ 62 മുതൽ 68 വരെ അത് ഉണ്ടായിരുന്നു. അതിനുശേഷം 1971 ഡിസംബറിൽ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരിൽ നമ്മൾ പുതിയൊരു എമർജൻസിയും കൂടെ കൊണ്ടുവന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി 38ാമത്തെ അമെൻമെൻറ്റിൽ പറഞ്ഞു ഓൾറെഡി എമർജൻസി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പുതിയ എമർജൻസികൾ ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ ഇറക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 75 ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രക്ഷോഭം ഉണ്ടായെന്നും പറഞ്ഞിട്ട്, അതായത് നമ്മളുടെ ഒപ്പോസിഷൻ പാർട്ടീസൊക്കെ ഇന്ദിരാഗാന്ധിക്കൊക്കെ എതിരെ തിരിഞ്ഞതുകൊണ്ട് ഇന്റേണൽ ഡിസ്റ്റർബൻസിൻ്റെ പേരിൽ പുതിയൊരു എമർജൻസിയും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഈ ഒരു എമർജൻസി കൊണ്ടുവന്നില്ലേ, അതായത് 71 75 കൊണ്ടുവന്നുള്ള 2 എമർജൻസീസും ഒരേ സമയം നിലനിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മാർച്ച് 1977 പിൻവലിക്കുന്നത്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഇത്രയും വലിയൊരു അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ 8 നിലയിൽ പൊട്ടി.
അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജനതാ ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ ജനതാ ഗവൺമെൻറ് ഇതിനെതിരെ അന്വേഷണം ഇറക്കി. ഷാ കമ്മീഷൻ്റെ കീഴിൽ ഒരു അന്വേഷണം ഇറക്കി. ആ ഒരു അന്വേഷണത്തിൽ ഷാ കമ്മീഷൻ പ്രത്യേകം പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് കാരണം ഇവിടെ ഈ ഒരു 75-ലത്തെ ആ ഒരു അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. കാരണം 71-ൽ ശരിക്കും പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടായി. പക്ഷേ 75-ൽ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് കാരണം ഇവിടെ ഒരു വിധത്തിലുള്ള അടിയന്തരാവസ്ഥ കൊണ്ടുവരേണ്ട ഒരു വിധത്തിലുള്ള കാരണം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാ കമ്മീഷൻ അങ്ങനെ പറഞ്ഞത് വെച്ചിട്ട് തന്നെ നമ്മൾ കണ്ടു 44-ാമത്തെ അമെൻമെൻറ്റിൽ നമ്മളുടെ അടിയന്തരാവസ്ഥേനെ തടയിടാനായിട്ട് കുറേയധികം പ്രൊവിഷൻസ് കൊണ്ടുവന്നു. നമ്മൾ കണ്ടില്ലേ, ഇവിടെ ആർട്ടിക്കിൾ 20, 21 ഒരിക്കലും കളയരുത്. പിന്നെന്താ, നമ്മളുടെ ആർട്ടിക്കിൾ 19 കളയുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ എമർജൻസിയുടെ സമയത്ത് മാത്രമായിരിക്കണം. പിന്നെ 6 മാസം കൂടുമ്പോൾ അപ്രൂവൽ വേണം. പിന്നെ ലോക്സഭയിലും രാജ്യസഭയിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ വേണം ഈ ഒരു നമ്മുടെ അടിയന്തരാവസ്ഥ കൊണ്ടുവരണം എന്നുള്ള കാര്യം പാസ്സാക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അടിയന്തരാവസ്ഥനെ പിൻവലിക്കാനുള്ള അധികാരം നമ്മളെ ലോക്സഭയ്ക്ക് നൽകിയതും ഈ ഒരു 44-ാമത്തെ അമെൻമെൻ്റ് ആണ്. അതിനു മുൻപ് ലോക്സഭയ്ക്ക് ഒരു അധികാരം ഉണ്ടായില്ല. ഇപ്പോൾ 1/10 ഓഫ് ദ മെമ്പേഴ്സ് ഒരു സ്പെഷ്യൽ സിറ്റിങ്ങിന് വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സിമ്പിൾ മെജോറിറ്റിയിൽ ആ ഒരു ബില്ല് പാസ്സാക്കിയാൽ തന്നെ നമ്മളുടെ ഇവിടുത്തെ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിക്ലറേഷൻസ് മെയ്ഡ് സോ ഫാർ നോക്കുമ്പോൾ 62-ൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, 71-ൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ 75-ൽ ഉണ്ടായിരുന്നു. 65-ൽ പാകിസ്ഥാനായിട്ട് നമുക്ക് യുദ്ധം ഉണ്ടായെങ്കിലും ആ ഒരു സമയത്ത് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇത് ചിലപ്പോൾ ഇതേപടി ചോദിക്കും. ഈ 3 വർഷങ്ങൾ തന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു വർഷം തരാം, ഓപ്ഷൻസിൽ തരാം, ഈ 65 എന്നുള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ ഓർക്കണം, 65-ൽ യുദ്ധം നടന്നെങ്കിലും അവിടെ അടിയന്തരാവസ്ഥ ഉണ്ടായില്ല. 75-ൽ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിൻ്റെ പേരിലാണ് ഉണ്ടായത്. പക്ഷെ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോവേണ്ട വന്നതും. അങ്ങനെ അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഷാ കമ്മീഷൻ അതിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ഷാ കമ്മീഷൻ പറഞ്ഞു, ഇവിടെ ശരിക്കും ഒരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിൻ്റെ പേരിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവരേണ്ട ഒരു വിധത്തിലുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ നാഷണൽ എമർജൻസിനെ കുറിച്ച് പഠിക്കാനുള്ള. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് നാഷണൽ എമർജൻസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നല്ലപോലെ റിവൈസ് ചെയ്യുക. നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ടെക്സ്റ്റിൽ ഈ ഒരു ഭാഗങ്ങൾ എന്തായാലും വായിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ.